ദിവസങ്ങളിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഗ്യാസിൻ്റെ മസ്റ്ററിങ്. LPGയുടെ മസ്റ്ററിങ് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പത്രത്തിൽ അത് കഴിഞ്ഞപ്പോൾ വന്നു മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ നമുക്ക് സിലിണ്ടർ കിട്ടും എന്നൊക്കെ. എന്നാൽ പോലും എളുപ്പത്തിൽ നമുക്ക് മസ്റ്ററിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 3 പ്രൊവൈഡേഴ്സാണ് നമുക്ക് LPG തരുന്നത്. ഒന്ന് HP ഉണ്ട്, ഭാരത് പെട്രോളിയം, അതുപോലെ തന്നെ ഇന്ത്യൻ ഉണ്ട്. അപ്പോൾ ഈ 3ൻ്റെയും എങ്ങനെയാണ് ഫോൺ വഴിയായിട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയായിട്ട് എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യുന്നത് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇനി അതല്ല, നിങ്ങളുടെ വീട്ടിൽ സിലിണ്ടർ കൊണ്ടുവരുന്നവരാണ്, അവരോട് പറഞ്ഞാലും അവർ മസ്റ്റർ ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊവൈഡേഴ്സിൻ്റെ ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി പുറത്തിറങ്ങി പോകാനുള്ള ടൈമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വഴിയായിട്ട് എളുപ്പത്തിൽ 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അതുമായിട്ട് നിങ്ങളുടെ ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരുടെ ആധാറുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നിരിക്കുക ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് അവിടുന്ന് ആധാർ ഫേസ് RD എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. ആധാർ ഫേസ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത്രയും മതി, ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് വെച്ചാൽ മാത്രം മതി. നമുക്ക് ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആപ്പിൻ്റെ പേരാണ് HP Pay. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് HP Pay ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. അപ്പം ശരിക്കും നോക്കിയെടുക്കണം കേട്ടോ, ലോഗോ ഇത് തന്നെയാണെന്നുള്ളത് നോക്കിയെടുക്കണം. HP Pay. അപ്പം ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ദേ ഇങ്ങനെ വരും. അത് കഴിയുമ്പം അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് തരും. വായിക്കണമെങ്കിൽ വായിക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അത് അലൗ കൊടുത്തിട്ട് മുമ്പോട്ട് പോകാം. അലൗ കൊടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. രജിസ്റ്റേർഡ് ആണോ എന്ന് അറിയാനായിട്ടാണ്. രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മേളിൽ തന്നെ രജിസ്റ്റർ എന്ന് കിടക്കുന്ന കണ്ടോ, ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ, ആണെങ്കിൽ ഏസ് കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. മൊബൈൽ നമ്പർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് തന്നെ ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് വരും. അവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡ് എല്ലാം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അവിടെ രജിസ്റ്ററായി. എഗ്രി കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ HP രജിസ്റ്ററായി. ഇനി അത് കഴിയുമ്പം ഒരു MPIN ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഈ MPIN മറക്കരുത്. നമുക്ക് പിന്നെ ലോഗിൻ ചെയ്യാനായിട്ട് MPIN ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മളെപ്പോഴും ഓർക്കുന്ന തന്നെ ഒരു പിൻ എടുത്ത് കൊടുക്കുക. 4 അക്ക നമ്പറാണ് വേണ്ടത്. അങ്ങനെ MPIN കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നെയും അവർ MPIN ചോദിക്കും. അപ്പം ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോഴും ഇത് ആവശ്യമുള്ളതാണ് കേട്ടോ. അങ്ങനെ MPIN അടിച്ച് നമ്മൾ ചെല്ലുമ്പം പിന്നെയും പെർമിഷൻ ചോദിക്കും. അതായത് നമ്മുടെ പേജിലോട്ട് എൻ്റർ ആവുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ എഗ്രിയൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോവാം. പെർമിഷൻസ് എല്ലാം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മൊബൈൽ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ആ പേജിലോട്ട് കയറുക. നമ്മുടെ പേജിലോട്ട് കയറി കഴിയുമ്പം നമുക്കറിയാൻ പറ്റും നമ്മളുടെ KYC അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ് KYC, പക്ഷേ ഈ KYC പെൻഡിങ് ആണ്. ഈ KYC പെൻഡിങ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KYC പെൻഡിങ് എന്ന് കാണിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് തീർക്കാൻ പറ്റും. ആദ്യം തന്നെ അതിൽ ക്ലിക്ക് ചെയ്തൊന്ന് കറങ്ങിയൊക്കെ വന്ന് കഴിയുന്നത് അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ KYC ചെയ്യണമെങ്കിൽ ആധാർ ഫേസ് RD എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പിലോട്ടാണ് പോകുന്നത്. അതവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് നമ്മുടെ ഫേസ് ആണ്. നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ക്യാപ്ചർ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടേതല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഗാലറിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ്ലി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഡയറക്റ്റ്ലി അവിടെ കാണിക്കാനായിട്ട് പറ്റും. കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയായി. അത് കഴിയുമ്പം നിങ്ങൾ ക്യാപ്ചറായി, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്നെയും നമ്മൾ എല്ലാം ടിക്കൊക്കെ മാർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ KYC പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ സർട്ടിഫൈ ചെയ്തിട്ടും ഈ KYC ഇത്രയേ ഉള്ളൂ കാര്യം. HPയുടേത് 5 മിനിറ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ്സ് ഒന്ന് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബയോമെട്രിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ KYC ചെയ്ത് വെക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. താങ്ക് യു.